കിരീടം പോലൊരു ലാലേട്ടൻ്റെ യൂണിയൻ പിന്നീട് എന്തുകൊണ്ട് സംഭവിച്ചിട്ട്? അല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിൽ മോഹൻലാലായിരുന്നു ആ സിനിമ ചെയ്യേണ്ടിയിരുന്നത്. എന്നെ സംബന്ധിച്ച് കിരീടത്തിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സിബി ലോഹിയായിട്ട് ഇങ്ങനെ ചർച്ച നടത്തി, അങ്ങനെയാണ് നമുക്കൊരു പടം എടുത്താൽ എന്താ. ഞാൻ 2 പേർക്കും അഡ്വാൻസ് കൊടുക്കും. രാവിലെ സിബി ലോഹിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ താഴെട്ട് കൂട്ടിയിരിക്കുന്നു. അതാണ് അവിടെ ഒരു കത്ത് ഒരു കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സിബി, ചില പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഇതിൽ നിന്ന് പിൻവലിയേണ്ടി വരികയാണ്. അതിനുശേഷം ലോഹി സിബി ഒന്നിച്ചിട്ടില്ലല്ലോ. ഈ സംഭവം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ ലെറ്റർ സിബി എടുത്തിരിപ്പുണ്ട് ഇപ്പോഴും. എനിക്ക് ലോഹി ഇപ്പോഴും വലിയ കാര്യമാണ്. എന്നോട് ചെയ്തതൊരു കൊടുംചതിയാണ്, അത് വേറെ കാര്യം. പക്ഷേ എന്നാൽ പോലും എനിക്ക് ആ മനുഷ്യനോട് ഒരിക്കലും ദേഷ്യം. ലോഹിയെ വിളിക്കുമ്പോൾ ലോഹിയുടെ എവിടെ കാശ്? ദിനേശ്, എൻ്റെ ഒരു പ്രീമിയർ പത്മിനി വണ്ടി എന്നുമാണ് എൻ്റെ അടുത്തുള്ളത്. വേണമെങ്കിൽ ദിനേശ് അത് കൊണ്ടുപോയിക്കോ. അങ്ങനെ കുത്തിന് പിടിച്ച് നിങ്ങളുടെ നിന്ന് കാശ് മേടിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഗതികേട് സമയത്ത് പോലും ഞാൻ പൈസ തിരിച്ചു വയ്ക്കുമ്പോൾ പുള്ളിക്ക് തരാൻ പറ്റുന്നില്ല. ഒരിക്കൽ പോലും ഞാൻ ആ മനുഷ്യൻ ചൂടായിട്ടില്ല. ചൂടാൻ പറ്റില്ല എനിക്ക്. എൻ്റെ നല്ലൊരു മനുഷ്യനാണ്. കാരണം എനിക്ക് ആ കിരീടം മുതൽ എനിക്ക് ആ മനുഷ്യനോട് ഇഷ്ടമാണ്, സ്നേഹമാണ്, എന്നും റെസ്പെക്റ്റ് ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്താണ് മോഹൻലാൽ. പുള്ളി സിനിമാ നടനാട്ടോ എന്നൊക്കെ പറഞ്ഞു. അവർ നോക്കിയേ ഇവർ ഏത് സിനിമക്കാരൻ എന്നാ മട്ടില്ല. കാരണം അവരൊന്നും ലാലിനെ കണ്ടിട്ടില്ലല്ലോ. ഒരു സിനിമ പോലും ലാലിന് വന്നിട്ടില്ല. അവർ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കാണിച്ചിട്ട് ഇവരൊക്കെ കളിച്ചോണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്തത്. ഇതേ സുഹൃത്തുക്കൾ എന്നോട് ഇപ്പോഴും പറയും, നീ അന്ന് കൊണ്ടുവന്ന സൂപ്പർ സ്റ്റാറിനെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ലാല് അന്ന് ഒന്നുമല്ലായിരുന്ന ആ ലാല് അന്ന് ലാലിന്റെ ഡെഡിക്കേഷൻ ഞാൻ കണ്ടു. കിരീടം റീ റിലീസിന് ഒരുങ്ങുകയാണ്. കിരീടത്തിന്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ ദിനേശ് പണിക്കർ എന്നോടൊപ്പം ചേരുന്നു. നമസ്കാരം. നമസ്കാരം. അത്രയധികം വേദനിച്ച ഒരു വിഷ്വൽ മലയാളിയുടെ ഓർമ്മയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല പെട്ടെന്ന് പറയാൻ. ഒരു പാടത്തിന് നടുക്ക് ജീവിതം ഇങ്ങനെ നഷ്ടപ്പെട്ട് ഓരോ ഘട്ടം ഘട്ടമായി നഷ്ടപ്പെട്ട ഒരു മനുഷ്യനിങ്ങനെ നടന്നകലെയാണ്. അയാൾക്ക് ജീവനുണ്ട്, ആയുസ്സുണ്ട്, അതിനപ്പുറത്ത് അയാൾക്ക് ഒന്നുമില്ല. അതെ, ശരിക്കും ഈ പറഞ്ഞ പോലെ സമൂഹമാണ് എന്നെ കള്ളനാക്കിയതെന്നൊക്കെ പറയുന്ന പോലെ ശരിക്കും ഒരാൾ നശിക്കുന്നതിൽ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം ഇല്ലാതാവുന്നതിൽ ശരിക്കും നമുക്കൊക്കെ പങ്കില്ലേ? എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് സാഹചര്യത്തിലാണ്. ഓക്കെ, സാഹചര്യമാണ് ഒരു മനുഷ്യനെ നല്ലവനാക്കുന്നത്, മോശമാക്കുന്നത്. പിന്നെ ഈ സാഹചര്യം വരുന്ന എപ്പോഴാണ് നമ്മുടെ തലയിലെടുത്തെന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇതിനകത്ത് നിങ്ങൾക്ക് കിരീടത്തിൻ്റെ കഥ അറിയാമല്ലോ. അതായത് അച്ഛൻ മകനെ എന്നെക്കാട്ടിലും വലിയൊരാളാക്കി മാറ്റണം. ഞാൻ വെറും ഒരു പോലീസുകാരൻ, ഒരു കോൺസ്റ്റബിൾ. അതേസമയം എൻ്റെ മകൻ ഒരു SI ആകണം. അങ്ങനെ പടം തുടങ്ങുന്നത് തന്നെ അങ്ങനത്തെ ഒരു സ്വപ്നവുമായിട്ടാണ്. അപ്പോൾ ആ ഒരു സ്വപ്നം നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് സിനിമ പോവുക. ആ ഒരു നല്ല പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിൽ പെട്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ വരുന്ന ഓരോ മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ലവ് ലൈഫിനെ ബാധിക്കുന്നു, ഫാമിലി ലൈഫിനെ ബാധിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കരിയറിനെ ബാധിക്കുന്നു. അതാണ് ആ സിനിമ. അവസാനം വരുമ്പോഴേക്കും ആ ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ആരും തന്നെ ആ സമയത്ത് കരഞ്ഞു പോകും. ഇന്നത്തെ യങ്ങർ ജനറേഷൻ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഫീൽ കൂടാനാണ് സാധ്യത. കാരണം ഒന്ന് വിഷ്വൽ ട്രീറ്റ് ഉണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ഇപ്പോൾ പുതിയ ആ ഒരു കോപ്പി ഇറങ്ങുമ്പോൾ അതിനെ കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. സിനിമ തിയേറ്ററിൽ കാണുമ്പോഴേക്ക് അതിൻ്റെ ആ ഒരു ഡിജിറ്റൽ ക്വാളിറ്റി മോഹൻലാലിൻ്റെയും പാർവതിയുടെയും ബാക്കി എല്ലാവരുടെയും ആ ഒരു രൂപം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിനകത്തെ ഓഡിയോ ക്വാളിറ്റി. പണ്ട് കേട്ടിരുന്നത് നമ്മൾ സ്ക്രീനിൽ നിന്നുള്ള വോയിസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷേ ഇപ്പം അതല്ല. ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നത് 4K ഡോൾബി അറ്റ്മോസ് ഇതിനകത്താണ് നമ്മൾ ഈ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ആ ടോട്ടലി വരുമ്പോഴേക്കുണ്ടല്ലോ ആ ഡിജിറ്റൽ ക്വാളിറ്റി വിത്ത് ഡിജിറ്റൽ സൗണ്ട് എല്ലാം വരുമ്പോഴേക്കും ആൾക്കാരുടെ ഒരു ഒന്നുകൂടെ ആ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ആവുന്നതാണ് എൻ്റെ ഒരു തോന്നൽ, ഞങ്ങളുടെ എല്ലാവരും തോന്നൽ. ഈ മറ്റൊരു ഏരിയ ലോഹിദാസ് ഡയറക്ടർ ആയപ്പോൾ അതെ, അദ്ദേഹത്തിൽ നിന്ന് വരാനുള്ള കഥകളുടെ എണ്ണം കുറഞ്ഞു. അല്ലെങ്കിൽ അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാവുന്നതിന്റെ ഇപ്പൊ അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യലിന്റെ പകുതിയായി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ള പഠനങ്ങളുണ്ട്. രണ്ട്, ഈ പറഞ്ഞ പോലെ ഡയറക്ടർ ആയതിനു ശേഷം അദ്ദേഹത്തിന് പ്രഷർ മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ, അദ്ദേഹത്തിന് കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിലാണ് അദ്ദേഹം നമ്മളെ വിട്ട് നേരത്തെ പോയതെന്ന് ആളുകൾ പറയുന്നത്. ഈ ഒരു ഫൈൻഡിങ്ങിനോട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സിനൊക്കെ സാർ എങ്ങനെ നോക്കി കാണുന്നത്? ഞാൻ അതിന് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ലോഹിദാസുമായിട്ട് ഞാൻ കിരീടം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ചോദിച്ചു, കിരീടം പോലെ സിനിമ എടുത്തൂടെ എന്ന ആൾക്കാരുടെ സ്ഥിരം ചോദ്യമായിരുന്നു. കാരണം ഞാൻ എടുത്ത സിനിമകളൊക്കെ നന്നായിരുന്നു. പ്രണയവർണ്ണങ്ങൾ ഓടിയതാണ്, അല്ലെങ്കിൽ കളിവീട് നല്ല സിനിമയായിരുന്നു, എല്ലാം നല്ല സിനിമകളാണ്. പക്ഷേ എല്ലാവർക്കും കിരീടം പോലെ സിനിമയാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ശരി, ഒരു പണിയാ ലോഹി സിബി മോഹൻലാൽ പഴയ കോമ്പിനേഷൻ ഒന്നുകൂടെ നോക്കാം. ഉണ്ണിയില്ല, ഞങ്ങൾ മാത്രം വെച്ചിട്ട് എടുക്കാമെന്ന് ഞാൻ
ആനന്ദേട്ടൻ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറുണ്ട്. ഉം. അപ്പോൾ ആനന്ദേട്ടൻ ആ സമയത്ത് കറക്റ്റായിട്ട് നമുക്കെല്ലാം വരും എന്ന് പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ആനന്ദേട്ടൻ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചാൽ, എടാ ഞാനൊരു പടം എടുക്കാൻ ലാലിനോട് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്, ലാൽ ഇങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ പറ്റുമോ നിനക്ക് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ആകാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആനന്ദേട്ടനോട് പറയുകയും ചെയ്തു. അങ്ങനെ ആനന്ദേട്ടനായിട്ട് ഡിസ്കഷൻ മൂവ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞ സിബി ലോഹിയായിട്ട് ഇങ്ങനെ ചർച്ച നടത്തി. അങ്ങനെയാണ് നമുക്കൊരു പടം എടുത്താൽ എന്താ, അപ്പം അത് വേണോ ഇത് വേണോ ഒരു തീരുമാനമായിട്ടില്ല. ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്വന്തം കിടപ്പുണ്ട്, ഇപ്പുറത്തെ പ്രൊഡക്ഷൻ്റെ ഒരു മേഖല കൂടി കിടപ്പുണ്ട്. അപ്പോൾ ലോഹി പറഞ്ഞു നമുക്കൊരു പണി ചെയ്യാം, ഞാനൊരു കഥ എഴുതാം. സിബി അങ്ങനെയാണെങ്കിൽ അവർ ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പേർക്കും അഡ്വാൻസ് കൊടുക്കുന്നു. ലോഹിക്കും സിബിക്ക് അഡ്വാൻസ് കൊടുത്തതിന് ശേഷം സിബിയും ലോഹിയും കൂടെ ഒരു ദിവസം ബാംഗ്ലൂർ പോയിട്ട് കഥ എഴുതാൻ, കാരണം ഇവിടെ ഇരുന്ന് അവർക്ക് എഴുത്ത് നടക്കില്ല. അത് ഞാൻ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തു. 2 പേരും പോകാനിരുന്ന് വെളുപ്പാങ്കാലത്ത് രാവിലെ സിബി ലോഹിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ താഴോട്ട് പൂട്ടിയിരിക്കുന്നു. അതാണ് അവിടെ ഒരു കത്ത് ഒരു കല്ലിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ആ ലെറ്റർ സിബിയുടെ തിരിപ്പുണ്ട് ഇപ്പോഴും. പ്രിയപ്പെട്ട സിബി, ചില പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഇതിൽ നിന്ന് പിൻവലിയേണ്ടി വരികയാണ്. എനിക്ക് ആ സമയത്ത് ഓണത്തിന് കണ്ട ഒരു സിനിമ റിലീസ് ചെയ്യാൻ സീ ലൈൻ റഫീഖ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറുണ്ട് അന്നത്തെ കാലത്ത്. അദ്ദേഹം ഒരു അരയന്നങ്ങളുടെ വീട് എന്നൊരു പടത്തിൻ്റെ ഒരു ട്രാക്ക് ഞാൻ പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അതിനെ എനിക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റും ഡയറക്ഷനുമായിട്ട് എനിക്കൊരു ഓഫർ തന്നിരിക്കുക. അപ്പോൾ എനിക്ക് പൈസ വലിയ അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അത് തീർത്തിട്ട് നമുക്കിത് ചെയ്യാം. വളരെ മാന്യം. എനിക്ക് ലോഹി ഇപ്പോഴും വലിയ കാര്യമാണ്, എന്നോട് ചെയ്തതൊരു കൊടുംചതിയാണ്, അത് വേറെ കാര്യം. പക്ഷേ എന്നാൽ പോലും ഞാൻ എനിക്ക് ആ മനുഷ്യനോട് ഒരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ല. അന്ന് അത് പുള്ളി ചെയ്ത് അതിനുശേഷം ലോഹി സിബി ഒന്നിച്ചിട്ടില്ലല്ലോ. ശരിയാ, ഈ സംഭവം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം ഞാൻ ഈ 2 രൂപ പുള്ളിക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് പൈസ വലിയ ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾക്കറിയാം ഒരു വേറെ കാര്യം കൂടെ പറഞ്ഞുതരാം. പുള്ളിയും ചോദ്യക്കാരനായിരുന്നു, ഞാനും ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ രണ്ടും മോശം സമയമായിരുന്നു ശരിക്കും പറഞ്ഞത്. ആ ഒരു പിക്കപ്പ് പീരീഡ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ശരീരദശയുടെ ആ ഒരു പീരീഡ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് പുള്ളി മോചിതനാകാൻ വേണ്ടി പൈസയ്ക്ക് വേണ്ടി പുള്ളി അപ്പുറത്ത് ചാടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുള്ളി ചാടിക്കോട്ടെ, പിന്നീട് വേണമെങ്കിൽ ഇത് ഡേറ്റ് മേടിച്ച് ചെയ്യാം. പക്ഷേ സിബിക്ക് പിന്നീട് താല്പര്യം തോന്നിയില്ല. സിബിക്ക് അതൊരു വിഷമമായി കാണും. ഞാനത് അതിനെപ്പറ്റി ഡീപ്പായിട്ട് ഞാൻ പറയാൻ ആളല്ല, സിബിയോട് സിബി തന്നെ പറയണതിന്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്തായാലും ആ പൈസ തിരിച്ചു ചോദിക്കാൻ തീരുമാനിച്ചു. ലോഹിയെ വിളിക്കുമ്പോൾ ലോഹിയുടെ എവിടെ കാശ്? അന്ന് കസ്തൂരിമാൻ എന്ന് പറഞ്ഞ ഒരു ഇതൊക്കെ ചെയ്യാനായിട്ട് പുള്ളി പുറപ്പെട്ടപ്പോൾ ഞാൻ മുദ്രാശേഷിയെ വിളിച്ചു പറഞ്ഞു എനിക്ക് 2 രൂപ കിട്ടാനുണ്ട്, കുറച്ച് ഇൻസ്റ്റാൾമെൻ്റ് ഇല്ലെങ്കിൽ നിങ്ങളിതാ, എനിക്കും പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മിലൻ ജലീൽ ഇതുമാതിരി അദ്ദേഹം എനിക്കൊരു 50,000 രൂപ സൂത്രക്കാരനോ ഏതോ ഒരു പടം ചെയ്ത സമയത്ത് സൂത്രധാരൻ അതിൽ നിന്ന് ലോഹി പറഞ്ഞിട്ട് ഒരു 50,000 രൂപ ദിനേശിന് കൊടുത്തേക്ക് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് തന്നു. പിന്നെ അത് കഴിച്ച് ഒരു വേറെ സംഭവം കൂടെ പറഞ്ഞുതരാം. ആ സമയത്ത് ഞാൻ വണ്ടിയില്ലാത്ത സമയമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ലോഹി ഒരു പണി, എനിക്ക് വണ്ടിയില്ല. ലോഹിയുടെ വണ്ടിയൊക്കെ കാണാം. അപ്പം എനിക്കറിയില്ല പുള്ളിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. പുള്ളി അത് തുറന്നു പറയുന്ന ഒരു വ്യക്തിയല്ല. ലോഹി ഒരു പണി, അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു വണ്ടിയുടെ ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത്, നിങ്ങൾ 2-3 വണ്ടിയൊക്കെ കാണുമല്ലോ, അതിലൊരു വണ്ടി എനിക്ക് തന്നേക്ക്, ഞാൻ അതിൻ്റെ പേയ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി പറയുന്നത്, ദിനേശേ എൻ്റെ കയ്യിൽ ഒരു പ്രീമിയർ പത്മിനി വണ്ടി എന്നുമാണ് എൻ്റെ അടുത്തുള്ളത്, വേണമെങ്കിൽ ദിനേശ് അത് കൊണ്ടുപോയിക്കോ. അതിൽ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, ആ പറയാനുള്ള മനസ്സ്. ഞാൻ പറഞ്ഞു, ലോഹി നിങ്ങൾ തന്നെ ഓടിച്ച് നടക്കുന്ന ഒരു പ്രീമിയർ പത്മിനി, നിങ്ങൾ അത്യാവശ്യം ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടിലാണ്, അങ്ങനെ കുത്തിന് പിടിച്ച് നിങ്ങളുടെ നിന്ന് കാശ് മേടിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല, എൻ്റെ ഗതികേട് ഞാൻ തന്നെ അനുഭവിച്ചോളാം, നിങ്ങൾ ആ വണ്ടി ഓടിക്കും, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നിങ്ങൾ അങ്ങനെ 25-50 എന്നൊക്കെ പറഞ്ഞ് പൈസ തന്നോട്ടെ. എൻ്റെ നന്മയുള്ളൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു മനുഷ്യനാണ്. കാരണം എന്നോട് ഈ ഒരു ഇത് കാണിച്ചെങ്കിൽ പോലും ഞാൻ ഒരിക്കലും ആ മനുഷ്യനെ പാളിപ്പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ അറിവിൽ അദ്ദേഹം ജീവനോടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടതിന്റെ വർഷങ്ങളിലോ ഒന്നും അദ്ദേഹത്തിന് ഈ രീതിയിൽ അദ്ദേഹത്തെ ആളുകൾ ഓർത്തിട്ടില്ല. ഓവർ ദി ഇയേഴ്സ് ഫേസ്ബുക്ക് ഒക്കെ വരുന്ന സമയത്താണ്, ഫേസ്ബുക്കിൽ എഴുത്തുകൾ തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, സിനിമ അധികരിച്ച ആളുകൾ എഴുതാൻ തുടങ്ങുന്നു, സിനിമ ഗ്രൂപ്പുകളിലൊക്കെ എഴുതുമ്പോഴാണ് ലോഹിതദാസ് സാറിന്റെ ബ്രില്യൻസ്, ഇപ്പോൾ തനിയാവർത്തനം അന്ന് ചെയ്തതിന്റെ ഒരു ഇമ്പാക്ട്, അല്ലെങ്കിൽ കിരീടം അന്ന് ചെയ്തതിന്റെ ഇമ്പാക്ട്, അതിനെ പറ്റിയൊക്കെ ആളുകൾ എഴുതി തുടങ്ങുന്നു. അതെ അതെ. അപ്പം ഞാൻ പറയുന്ന ആ സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള വാല്യൂഡേഷൻ കിട്ടാത്തതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എവിടെയെങ്കിലും മാനേജ്മെന്റിൽ പാളിയതാണോ, ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ എനിക്ക് വലിയ സുഹൃത്ത് ബന്ധത്തിലൂടെ ഞാൻ പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ എന്നെക്കാളും മിടുക്കൻ ഉണ്ണിയാണ്. ഉണ്ണി അദ്ദേഹത്തിന്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങൾക്കും പുറകെ നടന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ സ്ഥിരം ഒരു അന്തേവാസിയായിരുന്നു ഉണ്ണി. അപ്പോൾ ഞാൻ ഉണ്ണിയായിട്ട് അത്രയും നല്ല ടേംസിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഞാനും ഇടിച്ചു കയറി
ഷോ കാണിക്കാനായിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ പോയി സൗഹൃദം പുലർത്തിയാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ വിചാരിച്ചു വേണ്ട. അങ്ങനെ ഞാനൊരു അകൽച്ചയിൽ നിൽക്കുകയായിരുന്നു എപ്പോഴും. അകൽച്ചയിൽ നിൽക്കുകയെന്ന് വെച്ചാൽ ഇതുകൊണ്ടല്ല, കാരണം ഇടിച്ചു കയറി കഴിഞ്ഞാൽ അതിന് വേറൊരു അർത്ഥം വരും പലപ്പോഴും. അതുകൊണ്ട് ഞാൻ ലോഹിയെ കാണുമ്പോൾ ഞങ്ങൾ സ്നേഹിക്കുകയും കെട്ടിപ്പിടിക്കുകയും അതൊക്കെ വേറെ കാര്യം. ഞങ്ങൾ തമ്മിൽ ഓരോ കാര്യത്തിലും ഇത്രയും പൈസ കടം വന്ന സമയത്ത് പോലും എൻ്റെ ഗതികേട് സമയത്ത് പോലും ഞാൻ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ പുള്ളിക്ക് തരാൻ പറ്റുന്നില്ല. ഒരിക്കൽ പോലും ഞാൻ ആ മനുഷ്യൻ ചൂടായിട്ടില്ല. ചൂടാൻ പറ്റില്ല എനിക്ക്. എൻ്റെ നല്ലൊരു മനുഷ്യനാണ്. കാരണം എനിക്ക് ആ കിരീടം മുതൽ എനിക്ക് ആ മനുഷ്യനോട് ഇഷ്ടമാണ്, സ്നേഹമാണ്, എന്നും റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ കിരീടം പോലെ ഒരു ലാലേട്ടൻ റീയൂണിയൻ പിന്നീട് എന്തുകൊണ്ട് സംഭവിച്ചിട്ട്? അല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിൽ മോഹൻലാലായിരുന്നു ആ സിനിമ ഓ അത് കിരീടത്തിൻ്റെ, എന്നെ സംബന്ധിച്ച് കിരീടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് ചെയ്യാനാണ് ഞാൻ മനസ്സിൽ കണ്ടിരുന്നത്. കഥയല്ല ഞാൻ പറയുന്നത്, കഥാപരമായിട്ടുള്ള ഈ പറഞ്ഞ സെയിം റീയൂണിയൻ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടുള്ള പടം അത് പൊളിഞ്ഞുപോയി, നടന്നില്ല. ലാലിന് ഞാൻ 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. മോഹൻലാലിന് 10 ലക്ഷം കൊടുത്തിരുന്നത്. ഞാൻ ലാലിൻ്റെ വീട്ടിൽ പോയി, ചെന്നൈ പോയി. അന്ന് 10 ലക്ഷം എന്ന് പറഞ്ഞാൽ എനിക്ക് 10 കോടിയുടെ വിലയാണ്. കാരണം അത്രയും ദരിദ്രാവസ്ഥയിൽ ഞാൻ എത്തിയ സമയത്ത് ഞാൻ ലാലിനെ പോയി കണ്ടപ്പോൾ ലാലിൽ ചോദിച്ചു, ഇങ്ങനെയാണ് എനിക്ക് ദിനേശ് പേയ്മെൻറ്റ് തന്നത്, എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഓഡിറ്റർ സുകുമാരൻ്റെ അടുത്ത് സംസാരിക്കുമോ. ഞാൻ സുകുമാരനോട് സംസാരിച്ചു. പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ പുള്ളി നോക്കിയിട്ട് അതനുസരിച്ച് എനിക്ക് അപ്പം തന്നെ റീഫണ്ട്. ലാൽ അങ്ങനെ ഒരു ജെം ഓഫ് എ പേഴ്സണാണ്. അതേസമയം ഞാൻ പൈസ കൊടുത്ത് ഞാൻ ചോദിച്ചിട്ട് അങ്ങനെ അത് വേണമെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവാം. പൈസ തിരിച്ച് ചോദിച്ചിട്ട് തന്ന വ്യക്തികളായിരിക്കും പറയാം. സന്തോഷ് ശിവൻ. ഓക്കെ, യെസ്, സന്തോഷ് ശിവൻ ഒരു കല്യാണത്തിന് വെച്ച് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഹേയ് ഹൗ യു മാൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ വന്ന് കെട്ടിപ്പിടിക്കും. ഞങ്ങൾ ഭയങ്കര അടുപ്പമായിരുന്നു. സന്തോഷ് ശിവൻ, സംഗീത് ശിവൻ, ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർ വെച്ചൊരു പടം ചെയ്യാൻ ഞാൻ ഇരുന്നതാണെന്ന്. അപ്പോൾ അതിൻ്റെ പേരിലാണ് സംഗീതിനും സന്തോഷിനും ഒക്കെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൊടുത്ത കാശ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എല്ലാം. ഇതൊക്കെ കിട്ടിയാലും എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുമല്ലോ. ഞാൻ സന്തോഷിനെ കല്യാണത്തിന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് എന്നോട് ചോദിച്ചു ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മറുപടി നോട്ട് ഗുഡ്, ഐ എം റിയലി ബാഡ് എന്ന് പറയുമ്പോൾ എൻ്റെ മുഖവും എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു വൈ വാട്ട് ഹാപ്പൻ. ഞാൻ പിന്നെ പറഞ്ഞു ഇപ്പോൾ അവസ്ഥ ഇതാണ്. കാരണം പുള്ളി ബേസ് ബോംബെ ആണല്ലോ, പുള്ളിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, പറയേണ്ട ഒരു സ്ഥലമല്ല ഈ കല്യാണ പന്തലിലല്ല ഇതൊക്കെ പറയേണ്ടത്. ഞാനൊരു 20,000 റുപ്പീസ് അഡ്വാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കൊന്ന് തിരിച്ച് കിട്ടുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, കാരണം പുള്ളി വളരെ വെൽ ഓഫാണ്. ദിനേശ് ഐ ഡോണ്ട് റിമെമ്പർ. ഞാൻ ഒരു പണി ഞാൻ യു വിൽ നെവർ ലൈ, ഐ നോ ദാറ്റ്, ലെറ്റ് മി സി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പോസിറ്റീവായിട്ട് പുള്ളി അങ്ങ് പോയി. അതെനിക്കൊന്ന് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം പിരിഞ്ഞപ്പോൾ 1-1.5 കാലം എന്തോ ആയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ വന്ന് വേറെ പ്രത്യേകിച്ച് അന്ന് പണിയില്ലാത്ത കാലമാണ്. എനിക്കൊന്ന് കഷ്ടിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും എൻ്റെ വീടിൻ്റെ ബെല്ലടിക്കുന്നു. സജിൻ രാഘവൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്. സജിൻ രാഘവൻ ഒരു കത്തും ഒരു കവറുമായിട്ട് അദ്ദേഹം നിൽക്കുന്നു. 10 രൂപ, ഞാൻ 20 അന്ന് 10 കൊടുത്തിരുന്നത്, 10,000 രൂപ ഒരു ക്യാഷുമായിട്ട് നേരെ മുമ്പിൽ നിൽക്കുന്നു. നോക്കി കവർ പൊട്ടിച്ചോ 10 രൂപയുണ്ട്, ഒരു ലെറ്ററുണ്ട്. ആ ലെറ്ററൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോഴും. ലെറ്ററിനുള്ളിൽ ഭയങ്കര മോട്ടിവേഷനായിരുന്നു. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഇത് ഭയങ്കര സംഭവിക്കും, യു വിൽ കം ബാക്ക് മാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു മോട്ടിവേഷണലായിട്ടൊരു സാധനം ഉണ്ടല്ലോ. ആ പൈസ അപ്പം തിരിച്ചു വന്നു. പിന്നെ പൈസ തിരിച്ചു തന്നു. ശ്രീനിവാസിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നടൻ ശ്രീനിവാസൻ എനിക്ക് ചോദിച്ചിട്ട് തന്നിട്ടുണ്ട്. അവരൊക്കെ ചോദിക്കേണ്ട നിമിഷം ദിനേശ് എനിക്ക് ഓർമ്മ പോലും, കാരണം വർഷങ്ങൾ കഴിഞ്ഞില്ലേ. കഴിയുമ്പോഴേക്കും അവരിങ്ങനെ നോട്ട് ചെയ്ത് വെക്കില്ല. പറയുമ്പോഴേക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തരും. എന്നാൽ ശ്രീനിവാസൻ അപ്പം തന്നെ തന്നു. ശ്രീനിവാസനായിരുന്നു ഞാൻ 20 കൊടുത്തിട്ട് ഞാൻ 10 ചോദിച്ചുള്ളൂ. പുള്ളി 10 അപ്പം തന്നെ അക്കൗണ്ട് ട്രാൻസ്ഫർ വെച്ചിട്ട് പുള്ളി അപ്പം തന്നെ എനിക്ക് അയച്ചു തന്നു. തരാത്തവരും ഉണ്ട്. അല്ല, ആ പടം നടക്കാത്ത എൻ്റെ തെറ്റുകൊണ്ടല്ലോ പിന്നെ തന്നെ ഞാൻ എനിക്ക് തന്ന അഡ്വാൻസ് തരണം അങ്ങനെ പറഞ്ഞവരുണ്ടോ? ഇല്ലേ, അങ്ങനെ ബാക്കി ഇപ്പോൾ സിബി മലയിലാണെങ്കിൽ ശരിക്കും എന്നും നമ്മൾ അന്നും ഇന്നും ഒക്കെ നമ്മുടെ സൗഹൃദം കീപ്പ് ചെയ്യുന്നവരാണ്. സിബി മലയിലായാലും ലാല് തിരിച്ചു തന്നു, ഈ പറഞ്ഞ ലോഹി ഫുൾ തിരിച്ചു തന്നു. ലോഹി കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണ് തന്നതെന്നേ ഉള്ളൂ. നേരത്തെ പണം തന്നവരെ പറ്റി പറഞ്ഞല്ലോ, പണം തരാത്തവരും ഉണ്ടോ? ഉണ്ട്. എല്ലായിടത്തും നല്ലവരും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോശപ്പെട്ടവരും ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇതിനകത്ത് പോസിറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞു. നെഗറ്റീവായിട്ട് പറയാനും ആൾക്കാരുണ്ട്. എൻ്റെ 100 ലക്ഷം രൂപ ഞാൻ അന്നത്തെ കാലത്ത് 1 ലക്ഷം രൂപ അഡ്വാൻസ് ഒരു പടത്തിന് കൊടുത്ത ഒരു മുഖ്യ നടൻ പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പൈസ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഉണ്ടോ, എപ്പോഴാണ്, എങ്ങനെയാണ്, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ 5-6 പ്രാവശ്യം വിളിച്ചു. റെസ്പോൺസ് ഇല്ല, തരില്ല എന്നൊരു മട്ട് തോന്നിയപ്പോൾ ഞാൻ വിട്ടു.
അങ്ങനെയും വരും കേട്ടോ. അത് എനിക്കിപ്പോൾ ഇന്നും ആ നടനുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. പിന്നെ നടനെ കാണുമോ, ഒരുമിച്ച് പ്രവർത്തിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്? ഇഷ്ടംപോലെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ, അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരാന്നും പറയില്ല, എനിക്കങ്ങനെ അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാനും താല്പര്യമില്ല. അത് ഓരോരുത്തരുടെ ചിന്ത. പുള്ളിക്ക് പുള്ളിയുടെ ന്യായീകരണങ്ങളുണ്ടാകും. ഞാനൊരു അഡ്വാൻസ് മേടിച്ചു, നിങ്ങൾ പണം എടുത്തില്ല, നിങ്ങളുടെ മിസ്റ്റേക്ക് എന്ന് പുള്ളി പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ലോജിക്കലി അവിടെ നമുക്ക് പറയാൻ ഒന്നും പറയാൻ അത്രേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു വഴക്കിന് ഞാൻ പോയി. ഞാൻ ഇത് ബാക്കി എല്ലായിടത്തും ഒന്ന് കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി തന്നവരാണ് ഈ ശ്രീനിവാസിൻ്റെ കഥ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ സന്തോഷിന്റെ കേസ് പറഞ്ഞത്. അത് അവർ മനസ്സിലാക്കി. ഇല്ലെങ്കിൽ ദിനേശ് പണിക്ക് ഒരു 10 രൂപയ്ക്ക് വേണ്ടി ഒന്നും കെഞ്ചില്ലെന്ന് അവർക്കറിയാം. പൊതുവിലുള്ള മറ്റൊരു സംശയം, ഇതിന് 2 പ്രൊഡ്യൂസേഴ്സ് ആണല്ലോ കിരീടത്തിന്. അതെ, ഒരാൾ കിരീടം ഉണ്ണി എന്നറിയപ്പെടുന്നു, എന്നാൽ മറ്റൊരാൾ ദിനേശ് പണിക്കർ മാത്രമായി നിലകൊള്ളുന്നു. അതെന്തുകൊണ്ട് കിരീടം ദിനേശോ അല്ലെങ്കിൽ കിരീടം ദിനേശ് പണിക്കറോ ആയില്ല? അല്ല, ഞാൻ തമാശയ്ക്ക് വേറൊരു കാര്യം പറയാം. വേണമെങ്കിൽ എന്നെ കിരീടം ദിനേശ് പണിക്കർ എന്ന് ഇനി വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഇത്രയും വർഷത്തിന് ശേഷം, 37 വർഷത്തിന് ശേഷം വീണ്ടും കിരീടം ലൈവായിട്ട് വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് എല്ലാ വർഷവും ജൂലൈ 7-ാം തീയതി ഞാനും എൻ്റെ പാർട്ണർ ഉണ്ണി ഞങ്ങളവിടെ കിരീടം പാലത്തിൽ പോകാറുണ്ട്. അവിടെ ഞങ്ങൾ ഇതിൻ്റെ ഒരു ആഘോഷമാക്കി എല്ലാ വർഷവും ഇപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ജൂലൈ 7-ാം തീയതി വീണ്ടും വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഉണ്ണിക്ക് കിരീടം ആ ഒരു പേര് ചാർത്തി കൊടുത്തു. പക്ഷേ എനിക്കത് കിട്ടിയില്ല. അതിന് ഞാൻ പറയുന്നത് എൻ്റെ പേരിൻ്റെ ഇൻഡിവിജ്വാലിറ്റിയാണ്. കാരണം ദിനേശ് പണിക്കർ എന്നാണ് എന്നെ പറയുന്നത്. എന്നെ ദിനേശ് എന്ന് പോലും ആരും വിളിക്കാറില്ല, ദിനേശ് പണിക്കർ നേരെ വിളിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ദിനേശ് പണിക്കർ ഒരാളേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം അതിൻ്റെ പേരിൻ്റെ ഇൻഡിവിജ്വാലിറ്റി കൊണ്ട് ഏത് ദിനേശ് പണിക്കർ എന്ന് പൊതുവെ ചോദ്യം ഉയരാറില്ല. അതേസമയം ഉണ്ണി എന്ന് പറയുമ്പോഴേക്കും ഞാനിപ്പോൾ വിഷ്ണുവിനോട് തന്നെ ചോദിക്കുക, എത്ര ഉണ്ണിമാരെ പരിചയമുണ്ടോ? ഒരു ചുരുങ്ങിയത് 10 ഉണ്ണിമാരെയെങ്കിലും പരിചയമുണ്ടോ? അപ്പോൾ പക്ഷേ ഞാൻ ഉണ്ണിയെ കണ്ടു എന്ന് പറഞ്ഞാൽ ഏത് ഉണ്ണി എന്നറിയാതെ ചോദിച്ചു പോകും. അപ്പോൾ ആ ഏത് ഉണ്ണി എന്ന് പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്ന ആ സമയത്ത് നമ്മുടെ കിരീടം പിടിച്ച ഉണ്ണിയെ, ആ കിരീടം പിടിച്ച ഉണ്ണിയായി, കുറച്ച് കഴിയുമ്പോൾ കിരീടം ഉണ്ണിയായി. അങ്ങനെ കിരീടം ഉണ്ണി എന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡായി. കാരണം പുള്ളിയുടെ പേര് കൃഷ്ണകുമാർ ആണെന്നുള്ളത് പലർക്കും അറിയില്ല. അതേസമയം ഉണ്ണിയായിട്ട്, കിരീടം ഉണ്ണിയായിട്ടാണ് പുള്ളി അറിയുന്നത്. അത് പുള്ളിയുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ ഭാഗ്യം എനിക്ക് കിട്ടിയില്ല എന്നേ ഉള്ളൂ. എന്ന് വെച്ചുകൊണ്ട് ഞാൻ നിർമ്മാതാവ് അല്ലാതാവുന്നില്ലല്ലോ. മോഹൻലാലായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ച ഇതിന്റെ ലോഞ്ചിന്റെ സമയത്ത് സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫസ്റ്റ് ഈ പടത്തിന് ഡേറ്റ് വാങ്ങിക്കാൻ പോകുന്ന സംഭവം. കറക്റ്റ്. അപ്പം അന്ന് അദ്ദേഹത്തിന് ഏകദേശം കുറെ 10-ലധികം പടങ്ങളുടെ ഒരു പറഞ്ഞ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ സമയത്ത് അദ്ദേഹത്തെ എങ്ങനെയാ അതിലേക്ക് കൺവിൻസ് ചെയ്തെടുത്തത്? അത് ഞങ്ങളുടെ സൗഹൃദം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉണ്ണിക്ക് ലാലിനെ വളരെ ക്ലോസ് ആയി. ഞാൻ ട്രിവാൻഡ്രത്തുകാരനല്ല ബേസിക്കലി. അപ്പോൾ ഉണ്ണി തിരുവനന്തപുരത്തുകാരനാണ്. ലാലിൻ്റെ ചേട്ടൻ പ്യാരിയുടെ അടുത്ത സുഹൃത്താണ്. ലാലുമായിട്ടല്ല അടുപ്പം, ശരിക്കും പ്യാരിയായിട്ടുള്ള അടുപ്പമാണ്. പിന്നെ കൂടാതെ തന്നെ ട്രിവാൻഡ്രത്തുള്ള ഒരു ഗ്യാങ് എല്ലാവരും സിനിമാക്കാരുടെ ഒരു തട്ടകമായിരുന്നല്ലോ. കാരണം സുരേഷ് കുമാർ, സനൽകുമാർ, നമ്മുടെ ക്യാമറമാൻ കുമാർ, അങ്ങനെയുള്ള വലിയൊരു ഗ്യാങ് തന്നെ അവർ ഒരുമിച്ചുള്ള. അതിൽ ഉണ്ണിയും വന്നൊരു ഭാഗം. ഉണ്ണി ആരുമല്ല, ഉണ്ണി ഒരു വെറും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നതല്ലാതെ ഉണ്ണിക്ക് സിനിമയിൽ വലിയ ഭാഗമൊന്നും ആയിട്ടില്ല. ഞാൻ ആ സമയത്ത് ഈ പറഞ്ഞില്ല, എനിക്ക് ലാലിനെ പരിചയം 1980 മുതലാണ്. 89 സിനിമ നടക്കുന്നത്. 80 മുതൽ ലാലിന് അന്ന് മഞ്ഞിൽ വിരിച്ച പൂക്കൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സഞ്ചാരി എന്ന് പറഞ്ഞ പടം അഭിനയിക്കാൻ വേണ്ടി പുള്ളി ഉദയ സ്റ്റുഡിയോയിൽ വരികയാണ്. അന്ന് ഞാൻ താമസിക്കുന്ന ഉദയ സ്റ്റുഡിയോ തൊട്ടപ്പുറത്തുള്ള എക്സൽ ഗ്ലാസ് ക്വാർട്ടേഴ്സിലാണ്. എൻ്റെ ഫാദർ എക്സൽ ഗ്ലാസ്സിലെ MD ആയിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. നേരെ ഏത് ഷൂട്ടിംഗ് വന്നാലും ശരി ഇപ്പുറത്ത് കയറി ഷൂട്ടിംഗ് എല്ലാം ഉദയ സ്റ്റുഡിയോയിലെ കാണാം. ആ ഒരു സമയത്ത് നോക്കുമ്പോഴേക്കും കുറേ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. സഞ്ചാരിയിൽ പ്രേം നസീറുണ്ട്, ശോഭനയുണ്ട്, GK പിള്ളയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയൊരു ലിസ്റ്റ് കേട്ടപ്പോൾ തന്നെ അന്ന് മോഹൻലാലിനെ ആർക്കും അറിയില്ല. കാരണം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നോക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു തടിച്ചിട്ട് ഇങ്ങനെ ഒരാൾ, അത് മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടല്ലോ ലാല്, മുടിയൊക്കെ വെച്ചിട്ട് ഒരാൾ നടന്നു വരുന്നു. ഞാൻ ചെന്നു നോക്കിയപ്പോൾ എൻ്റെ സെയിം ഏജ് ഗ്രൂപ്പാണ്. ഞാൻ ചെന്ന് ചെറുപ്പക്കാരനായതുകൊണ്ട് ഞാൻ ചെന്ന് പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ അറിയപ്പെടുന്ന ഒരാളല്ല അന്ന്, ഞാൻ ജസ്റ്റ് ഒരു ഓർഡിനറി ഒരു പയ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ലാലു അന്ന് അതേ അവസ്ഥയിലാണ്. ഞങ്ങൾ തമ്മിൽ അന്നേ ക്ലിക്ക് ഓഫായി. ഞങ്ങൾ സുഹൃത്തുക്കളായി. ലാലു വൈകിട്ടാകുമ്പോഴേക്കും ലാലു എവിടെയാണ് ഈ അണ്ണ വിളിയുണ്ട് പുള്ളിക്കെന്ന്. അപ്പോൾ അണ്ണാ എന്താ പരിപാടി? ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്യുന്ന കാലമാണ്. ഞാൻ പറഞ്ഞു, വൈകിട്ട് പരിപാടിയൊന്നുമില്ല, ഞാൻ എൻ്റെ ബൈക്ക് എടുക്കാം, എനിക്ക് കാറും ഉണ്ട്, എവിടെ പോകണം? അപ്പോൾ പുള്ളി നമുക്ക് ആലപ്പുഴ ടൗണൊക്കെ ഒന്ന് പോയി ആലപ്പുഴ ടൗൺ എന്നാണ് പറയുന്നത്, ആലപ്പുഴ ടൗണൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വൈകിട്ടാകുമ്പോൾ കറങ്ങാൻ പോവും. അവിടെയുള്ള സംഭവങ്ങളെല്ലാം പുള്ളിയെ കാണിച്ചു കൊടുക്കും. ഇതൊക്കെയായിരുന്നു എൻ്റെ ജോലി അന്ന്. അപ്പോൾ ഒരു സിനിമക്കാരൻ വന്നിരിക്കല്ലേ എൻ്റെ കൂടെ. അതിന് ഞാൻ അങ്ങനെയാണ് ലാലിൽ അന്ന് ഒരു സിനിമ പോലും റിലീസായിട്ടില്ല. പക്ഷേ ഞങ്ങൾ ക്ലിക്കായി എന്നുള്ളതാണ്. അന്ന് മുതലുള്ള സൗഹൃദമാണ് ഈ മോഹൻലാലായിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ്
മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്തപ്പോൾ ഒരു കോമഡിയോട് പറഞ്ഞുതരാം. ഞാൻ ലാലിനെ എൻ്റെ സുഹൃത്തുക്കൾ താമസിച്ചിരുന്ന ലോഡ്ജിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ ലാലിനെയും കൊണ്ട് ഒരു റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 7 പേര് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക. കുറേ പേര് കുണുക്കൊക്കെ വെച്ച് ചെവിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ലാലിനെ കൊണ്ട് എൻ്റെ ഒരു സുഹൃത്താണ് മോഹൻലാൽ, പുള്ളി സിനിമാ നടനാട്ടോ എന്നൊക്കെ പറഞ്ഞു. അവർ നോക്കിയേ ഇവരേത് സിനിമാക്കാരൻ എന്നാ മട്ടില്ല, കാരണം അവരൊന്നും ലാലിനെ കണ്ടിട്ടില്ലല്ലോ, ഒരു സിനിമ പോലും ലാലിന് വന്നിട്ടില്ല. അവർ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കാണിച്ചിട്ട് ഇവരൊക്കെ ചീട്ട് കളിച്ചുകൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്ത് മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞപ്പോൾ ഇതേ സുഹൃത്തുക്കൾ എന്നോട് ഇപ്പോഴും പറയും, എടാ നീ അന്ന് കൊണ്ടുവന്ന സൂപ്പർ സ്റ്റാറിനെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ, അന്ന് ഞങ്ങൾ ആരും അയാളെ മൈൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു അതാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ ലാല് അന്ന് ഒന്നുമല്ലായിരുന്ന ആ ലാല്, അന്ന് ലാലിൻ്റെ ഡെഡിക്കേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ലാലിന് പാട്ട് പാടാൻ, ഡാൻസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള ആ ഒരു കഴിവും അതിനകത്തുള്ളൊരു സിൻസിയറിറ്റിയൊക്കെ അന്നേ കാണിക്കും പുള്ളി. എനിക്ക് 80 കൊല്ലം അറിയാവുന്ന ലാലാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞാൽ ഞങ്ങൾ സൗഹൃദമുള്ളതിൻ്റെ പേരിലാണ് ഞാനും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉണ്ണി നമുക്ക് എങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡേറ്റ് വേണമെങ്കിൽ ലാലിനോട് ചോദിക്കാം. അതിന് ഞാനും ഉണ്ണിയും കൂടി ഇവിടെ പോകുന്നത് തൃശ്ശൂർ. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു കൃപ ഫിലിംസ് എന്ന് പറഞ്ഞൊരു ബാനർ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ കൃഷ്ണകുമാറും പണിക്കരും രണ്ടുപേരും, അതാണ് കൃപ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം തന്നെ. ഞങ്ങളത് ഫോം ചെയ്ത് ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയി തൊഴുത് രാവിലെ നിർമ്മാല്യം തൊഴുതിന് ശേഷം എഗ്രിമെൻ്റ് ഒപ്പിട്ട് കണ്ണൻ്റെ മുമ്പിൽ വെച്ചാണ് ഞങ്ങൾ ഒപ്പിട്ടിരിക്കുന്നത്. അവിടെ വെച്ച് ഒപ്പിട്ട് അതിന് ശേഷം ഞങ്ങൾ നേരെ തൃശ്ശൂർ വരുന്നു. അപ്പോൾ രാവിലെ ഒരു 8-9 മണി എന്തോ ആയിട്ടുണ്ട്. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ പറഞ്ഞു ലാൽ സാർ ഇന്നലെ കിടന്നപ്പോൾ ലേറ്റായി, അപ്പോൾ റൂമിലുണ്ടെന്ന് പറഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ റൂം പൂട്ടിയിട്ട് പോലും ഇല്ല. അത് കഴിഞ്ഞപ്പോൾ ലാലിങ്ങനെ കമന്നടിച്ച് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ആദ്യം ഡിസ്റ്റർബ് ചെയ്യണോ, കാരണം ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന് കിടക്കുകയല്ലേ. നോക്കിയപ്പോഴേക്കും ഞങ്ങളുടെ ഈ റൂം വന്നതിൻ്റെ ഒരു അനക്കം കേട്ടിട്ടായിരുന്നു ലാലിങ്ങനെ കണ്ണ് തുറന്നു നോക്കിയപ്പോഴേക്കും ഞങ്ങളെ കണ്ട ഉടനെ ചാടി എഴുന്നേറ്റ്. അതിന് മുമ്പ് ഞാനൊരു ചന്തിക്കത് 2 അടിയും വെച്ചു കൊടുത്തു. ഇതൊക്കെ എന്ന് പറഞ്ഞു. പുള്ളി ചാടി എഴുന്നേറ്റു. എന്താ 2 അണ്ണന്മാരും കൂടെ, കാരണം പുള്ളി ഒട്ടും പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ അറിയിച്ചിട്ട് പോലും ഇല്ല ഞങ്ങൾ വരുന്നുണ്ടെന്നോ അല്ലെങ്കിൽ പേടിൽ തൂവാനത്തുമ്പിയുടെ സെറ്റിലുണ്ടെന്നുള്ളതോ ഒന്നും തന്നെ പുള്ളി കൺവേ ചെയ്തിട്ടുമില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു സിനിമ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു, അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അതിന് ഇപ്പൊന്നും പറ്റൂല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എൻ്റെ അവസ്ഥ. ഞാൻ അന്ന് പുള്ളിക്ക് ആദ്യമായിട്ട് ജീവിതത്തിലൊരു ബാക്ക് പെയിൻ പുള്ളിക്ക് വന്നിട്ട് അതിൻ്റെ ഡിസ്കിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം എനിക്ക് അത് വ്യക്തമായിട്ട് ഓർമ്മയില്ല. അതിൻ്റെ ഒരു ചെറിയ വേദന അനുഭവിക്കുന്ന ആ ഒരു കാലത്താണ് ഞങ്ങൾ ഈ ചെല്ലുന്നത്. അപ്പോൾ പടങ്ങൾ കുറേ മുടങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ മുടങ്ങിയിരിക്കുന്നത് 14 പടത്തിന് ഡേറ്റ് പുള്ളി കൊടുത്തിരിക്കുകയാണ്. പുള്ളി പറയാൻ ഞാൻ 14 പടത്തിന് ഡേറ്റ് കൊടുത്തിരിക്കുക, 2 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് നാളെയൊന്നും പടം ചെയ്യേണ്ട, 2 വർഷം കഴിഞ്ഞ് മതി. അപ്പോൾ അടുത്ത ചോദ്യം, ശരി അത് ആരെ വെച്ചാൽ ചെയ്യാൻ ഉദ്ദേശം? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു 3 പേരാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. ഒന്ന് പ്രിയദർശൻ, പിന്നെ ഒന്ന് നമ്മുടെ വേണുനാഗവള്ളി, 3ാമത്തെ പേരാണ് ഞങ്ങൾ സിബി മലയിലിൻ്റെ പറഞ്ഞത്. അപ്പോൾ ഈ 3 പേരുകളാണ്. ആരെങ്കിലും കുഴപ്പമില്ല, ലാൽ അങ്ങനെയാണല്ലോ, അങ്ങനെ ആ രീതിയിലേ പറയുള്ളൂ. പുള്ളിക്ക് അങ്ങനെ ആരെയും വെറുപ്പിക്കുന്ന ഇഷ്ടമല്ല. ആരെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം പ്രിയനെ മനസ്സിൽ വെക്കാം, കാരണം ഒന്ന് പ്രിയൻ കത്തി നിൽക്കുന്ന ഒരു ഡയറക്ടറാണല്ലോ ഇവരുടെ കോമ്പിനേഷൻ. പിന്നെ അത് കഴിഞ്ഞാൽ വേണുനാഗവള്ളി എന്ന് പറയുന്നത് ഉണ്ണിയുടെ വൈഫിൻ്റെ കസിൻ കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു ബന്ധം കൂടി വേണിച്ചേട്ടൻ, എനിക്കും പേഴ്സണലി വളരെ ക്ലോസ് ആണ് വേണിച്ചേട്ടൻ. അപ്പോൾ വേണിച്ചേട്ടന് ഞങ്ങൾക്ക് പ്രിയമായിരുന്നു. പിന്നീടാണ് മറ്റേ 3ാമത് സിബി മലയിലിൻ്റെ പേര് വന്നിരിക്കുന്നത്. സിബിയും നല്ലൊരു സംവിധാനം. എനിക്ക് സിബിയെ നേരത്തെ ആലപ്പുഴയിൽ ഉള്ള സമയം പോലെ എനിക്കറിയാം. ഉണ്ണിക്കും നേരത്തെ സിനിമ മുഖേനയുടെ പരിചയമുണ്ട്. അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിരീടത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയില്ലേ, ഇതാണ് തുടങ്ങിയത്. ഇപ്പം ഈ സിനിമയുടെ അകത്ത് ആളുകൾ ഈ പറഞ്ഞ നമ്മൾ ഇൻട്രോഡക്ഷനിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ നടത്തം. അതെ, ഇത് പിന്നീട് റീഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അതായത് ആ നടത്തം മാത്രം പിന്നീട് കുറച്ച് ലാലേട്ടനെ കൊണ്ടുവന്ന് റീഷൂട്ട് ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ എത്രമാത്രം സത്യമുണ്ട്? എനിക്ക് എൻ്റെ ഓർമ്മയിൽ അങ്ങനെയൊന്നും ഇല്ല. അതിനുവേണ്ടി നടത്തത്തിന്റെ പേരിലൊന്നും റീഷൂട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ. ഇപ്പം ഈ സിനിമയുടെ അകത്ത് ക്ലൈമാക്സിൽ നായകൻ തോൽക്കുകയാണല്ലോ. അതെ. മാത്രമല്ല ഒരു ദുരന്ത പര്യവസാനിയും കൂടിയാണ് സിനിമ. അതെ. അപ്പൊ ഇത് ആളുകൾ എങ്ങനെ ഏറ്റെടുക്കും? കാരണം അന്ന് ഈ പറഞ്ഞ പോലെ അപ്പുറത്തെ സൈഡിൽ കളർഫുൾ സിനിമകളുടെയും ഹാപ്പി ഗോലയ്ക്ക് ലാലേട്ടനും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സമയം കൂടിയാണല്ലോ. ഇത് ആളുകൾ എങ്ങനെ ഏറ്റെടുക്കും? അങ്ങനെ ചിന്തകളുണ്ടായിരുന്നു വെച്ചാൽ ഞങ്ങൾക്കല്ല. കാരണം ഇതിൽ ഞാനും സിബിയും ലോഹിയും ഉണ്ണിയും ഞങ്ങൾ 4 പേര് ഒറ്റക്കെട്ടായിരുന്നു. ഈവൻ ക്യാമറമാൻ കുമാർ, ഞങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു. കാരണം ഈ ക്ലൈമാക്സ് നല്ലതാണ്. ഇതിന് നമുക്ക് ആ രീതിയിലൊരു റിയൽ ജെനുവിൻ ക്ലൈമാക്സ് ആണ്.
എന്ന് പറഞ്ഞാണ് പക്ക സ്ക്രിപ്റ്റോ എഴുതിയത് അങ്ങനെയല്ല, ലാൽ അപ്രൂവ് ചെയ്തതും അങ്ങനെയാണ്. പക്ഷേ ഇത് ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തത് 7 Arts വിജയകുമാറിനാണ്. അപ്പോൾ വിജയകുമാർ ഞങ്ങളെക്കാട്ടും മുമ്പേ ഉള്ള ഒരു പക്ക സിനിമക്കാരനാണ്. അതൊക്കെ പുള്ളിക്ക് മാർക്കറ്റ് അറിയാൻ നന്നായിട്ട്, പ്രൊഡ്യൂസറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്. ആ സമയത്താണ് പുള്ളിയുടെ ഐത്തം എന്ന് പറഞ്ഞ പടം റിലീസായിട്ടുണ്ട്. അതിന് മുമ്പ് നാടുവഴികൾ ഷൂട്ടിംഗ് നടക്കുകയാണ്. അങ്ങനെ പുള്ളി ഒരു പക്ക കമേഴ്ഷ്യൽ സിനിമയുടെ ഒരു വക്താവാണ്. അങ്ങനെ വിജയകുമാർ വന്നൊരു ദിവസം ഇപ്പോഴും ഓർമ്മയുടെ ഹോട്ടൽ ഗീത്തിൽ വെച്ചിട്ടാണ് നമുക്ക് ക്ലൈമാക്സ് നമുക്കൊന്ന് മാറ്റണം, ക്ലൈമാക്സ് ഇത് ശരിയാവില്ല, കാരണം നമുക്ക് ഹീറോ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, വില്ലൻ ഇങ്ങോട്ട് നടന്നു വരുന്നു, അത് യോജിച്ച ഒരു ക്ലൈമാക്സ് അല്ല. അതേസമയം ഇതിൻ്റെ അവസാനം ദേഷ്യം വന്നിട്ട് ഹീറോ ചെന്ന് അങ്ങോട്ടടിക്കുന്നു, ഇതാണ് വേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ എൻഡിങ് ആണ് പുള്ളിയുടെ മനസ്സിലുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ ഒരു രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വിജയകുമാറിനെ കൺവിൻസ് ചെയ്തെടുത്തു. കാരണം ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് വിജയകുമാറിനെ കൺവിൻസ് ചെയ്തെടുത്തു. കുറച്ച് ചർച്ചകളുണ്ടായി ഇതിനകത്ത്, ഇങ്ങനെ മാറ്റണമെങ്കിൽ മാറ്റാം എന്നുള്ള രീതിയിലൊക്കെ ഒരു ചർച്ചയൊക്കെ വന്നു. പക്ഷേ ലോഹി ഒരു വിധത്തിലും ഒരു ഇഞ്ച് പോലും അനങ്ങില്ല എന്നാൽ വാശിയിലായിരുന്നു. ഞങ്ങൾ കൂടെ നിന്നു. അങ്ങനെ വിജയകുമാറിൻ്റെ വാശിക്ക് യാതൊരു പ്രസക്തി ഇല്ലാതെ പോയി. എന്നാൽ ഇന്ന് ലോഹിദാസും സിബി മലയിലും ഞങ്ങളും എല്ലാം എടുത്ത തീരുമാനം ഇന്നും കറക്റ്റാണെന്നുള്ളത് തെളിഞ്ഞു. അല്ല, വിജയകുമാർ മോശമാണെന്നല്ല പറയുന്നത്, വിജയകുമാർ പറയുന്നതിനും ന്യായം ഉണ്ടായിരുന്നു. കാരണം പുള്ളി ഒരു സിനിമാക്കാരനും ജനത്തിൻ്റെ ഇടയിൽ കുറച്ചുകൂടി റീച്ച് കിട്ടാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സാണ് പുള്ളി സജസ്റ്റ് ചെയ്തത്, അത്രേ ഉള്ളൂ. അന്ന് ഈ പറഞ്ഞ പോലെ കിരീടം ഇറങ്ങുമ്പോൾ സമകാലീനരായിട്ടുള്ള ബാക്കി സംവിധായകർ കൂടി ഉണ്ടല്ലോ. ഇപ്പൊ പ്രിയദർശനുണ്ട്, വേണു നാഗവല്ലിയുണ്ട്, പത്മരാജനുണ്ട്, ഭരതനുണ്ട്, കമലുണ്ട്, സത്യൻ അന്തിക്കാട് സാറുണ്ട്, സംവിധാനം ചെയ്യുന്ന നടന്മാരുണ്ടല്ലോ. അന്ന് ഇപ്പൊ നെടുമുടി വേണുചേട്ടനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭരത് ഗോപിയുണ്ട്. അപ്പൊ ഈ സെറ്റ് ഓഫ് ആക്ടേഴ്സും ടാലൻസിനും ആരെങ്കിലും ഈ പടത്തിന്റെ പ്രിവ്യൂ അല്ലെങ്കിൽ ഈ പടത്തിനുള്ള ഡീറ്റെയിൽസ് അറിയോ ചെയ്തിട്ട് അതിന്റെ അഭിപ്രായം ഷെയർ ചെയ്തായിട്ട് ഓർമ്മയിലുണ്ടോ? ഇല്ല, അങ്ങനെ ഞങ്ങളൊരു പ്രിവ്യൂ ആയിട്ട് ഈ പടത്തിന് ഇട്ടിട്ടില്ലായിരുന്നു. ഈ സ്ട്രേറ്റ് അവേ തിയേറ്റർ റിലീസായിരുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് റിലീസ് ചെയ്തത് ശ്രീകുമാർ എന്ന് പറഞ്ഞ തിയേറ്ററിലാണ്. അപ്പോൾ ശ്രീകുമാറിൽ അന്നത്തെ എനിക്കിപ്പോഴും വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്, ശ്രീകുമാർ തിയേറ്ററിൽ അന്ന് പടം കാണാൻ വേണ്ടി വന്ന് ശ്രീനിവാസൻ വന്നിരുന്നു. നടൻ ശ്രീനിവാസൻ, ഡയറക്ടർ ശ്രീനിവാസൻ, അദ്ദേഹം വന്നിരുന്നു. ഷാജി കൈലാസ് വന്നിരുന്നു. അങ്ങനെ കുറച്ച് പേര് ഫസ്റ്റ് ഡേ തന്നെ പടം കാണാൻ വന്നിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ട്രിവാൻഡ്രം ക്ലബ്ബിൽ കൂടുതലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സന്തോഷത്തിൻ്റെ ഇതിന്. അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോഴേക്കും ഇവരൊക്കെ ആ സമയത്ത് അവിടെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വരികയും ഇതിനെപ്പറ്റി ഒരു ചർച്ച വരികയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ശ്രീനിവാസൻ്റെ ഒരു കാഴ്ചപ്പാട് ശ്രീനിവാസൻ ഒന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം ശ്രീനിവാസന് പടം ഇഷ്ടപ്പെട്ടു. ശ്രീനിവാസന് ഏതൊക്കെയോ ഒരു പോയിന്റിൽ ചില വിയോജിപ്പ് പുള്ളി രേഖപ്പെടുത്തിയിരുന്നു. കാരണം പുള്ളിയും എഴുത്തുകാരനാണ്. പക്ഷേ ആ വിയോജിപ്പ് ഒന്നും തന്നെ ശരിയല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. പടം അദ്ദേഹം കണ്ട ഒരു സിനിമയല്ല ശരിക്കും ലോഹി കണ്ടത്, സിബി കണ്ടത്. ജനം അത് ഏറ്റ് പിടിക്കുകയും ചെയ്തു. അപ്പൊ എല്ലാവർക്കും മിസ്റ്റേക്ക് വരാം. എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞ പോയിന്റ്സ് ചിലതൊക്കെ തെറ്റി. പുഷ്പവി ശോഭനയുടെ കൂടെ തന്നെ അതിനകത്ത് ഓർക്കുന്ന വേറെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് വിക്രമിന്റെ പ്രസൻസ്. കാരണം വിക്രം അന്ന് ആരുമല്ല, പക്ഷേ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞപ്പോഴാണ് ഇന്ന് പടം കാണുമ്പോൾ അന്നത്തെ വിക്രമിന്റെ ഓർമ്മകൾ എന്താണ്? ഇത്രയും തങ്കപ്പെട്ട ഒരു മനുഷ്യൻ ലോകത്ത് കാണുന്നത് സംശയമാണ്.